തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ശരിക്കും ആളും ആരവും ഒക്കെ ഒഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട്. പക്ഷേ ഇനി വോട്ട് ചോർന്നതും പ്രചാരണത്തിലെ പാളിച്ചകളും ഒക്കെയാകും പാലക്കാട്ടെ പ്രധാനപ്പെട്ട ചർച്ചകൾ. അതുമാത്രമല്ല, നിയുക്ത പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് ജി പ്രസാദ് കുമാറിലേക്ക് പോകാം. പാലക്കാട് നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദേട്ടാ, ഗുഡ് മോർണിംഗ്. സംഭവ ബഹുലമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അല്ലേ? എന്തെല്ലാം ചർച്ചകളായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ചർച്ചകളൊന്നും ഇനി അവസാനിക്കില്ല എന്നുള്ളതാണ് സത്യം. മുന്നിലേക്ക് വെച്ച ആയുധങ്ങളൊക്കെ തങ്ങൾക്ക് തിരിച്ചടിയായി മാറിയോ എന്ന് ഒരു വിഭാഗം പരിശോധിക്കും. തങ്ങളുടെ ഉയർച്ച എന്തായാലും അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തും. BJPയുടെ കാര്യം പൊതുവെ നമ്മളിപ്പോൾ സംസാരിക്കുകയും ചെയ്തല്ലോ. ചർച്ചകൾ ഇനിയും എത്രയെത്ര മുന്നോട്ട് പോകാനിരിക്കുന്നു അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ ഇന്നത്തെ അതും കൂടി പറയൂ. പൂജ, എന്തായാലും രാഹുൽ മാങ്കൂട്ടൽ ഈ ചർച്ചകൾക്കൊന്നും ഇട നൽകാതെ രാഹുലിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് പുതുപ്പള്ളി കോട്ടയത്തേക്ക് പോയി. ഇന്ന് രാവിലെ 10 മണിയോടെ അല്പം ഒന്ന് ഉറങ്ങണമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കൂടത്തിലെത്തും. അദ്ദേഹം ഈ പാലക്കാട്ടേക്ക് വരുമ്പോഴും അവിടെ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചും അങ്ങോട്ട് തന്നെ പോകും. അത് എന്തൊക്കെ വിവാദങ്ങളുണ്ടായാലും അതിലൊന്നും മാറ്റമില്ല എന്ന് രാഹുൽ പറയുന്നു. രാത്രി 10 മണിയിലും സജീവമായിട്ട് ഇവിടുത്തെ ആളുകളായിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുകയായിരുന്നു. ഇനിയൊരു വിജയ പ്രകടനം നടന്നെങ്കിൽ ഇനി നാട്ടുകാർക്ക് നന്ദി പറഞ്ഞൊരു യാത്ര അല്ലെങ്കിൽ ഒരു പ്രകടനം കൂടെ ഉണ്ടാകും. അതും കൂടെ കഴിഞ്ഞിട്ടാകും രാഹുൽ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. രാഹുൽ ഇന്നലെ പറഞ്ഞത്, ഇപ്പോൾ ഒരു പുത്തനച്ചി പുരപ്പുറം തോൽക്കുന്ന എന്ന കമൻറ്റ് പോലെ ഞാനിപ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങളൊന്നും നടത്തുന്നില്ല. ഞാൻ ആദ്യം ജനങ്ങൾക്കൊപ്പം പരമാവധി നിൽക്കാൻ ശ്രമിക്കുക എന്നൊരു ഉറപ്പാണ് നൽകുക. 1.5 വർഷത്തെ കാലാവധിയാണുള്ളത് എന്നാണ് രാഹുൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം നടത്താതെ ജനങ്ങൾക്കൊപ്പം നിന്ന് മാത്രം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ മറ്റൊരു കാര്യം, പൂജ നേരത്തെ പറഞ്ഞ വിവാദങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച സമയം മുതലുണ്ടാക്കിയ വിവാദങ്ങൾ. പക്ഷേ അതെല്ലാം തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. സാധാരണ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആരാണോ അതിൽ ഇരയാക്കപ്പെടുന്നത് അവർക്ക് അനുകൂലമായ ഒരു തരംഗം വോട്ടെടുപ്പിൽ ഉണ്ടാകും. വോട്ടെടുമ്പോൾ അത് വ്യക്തമാകും. വലിയ ഭൂരിപക്ഷത്തിൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്നൊരു കാഴ്ച കോളേജുകളിൽ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നപ്പോൾ മുതൽ വോട്ടെടുപ്പിൻ്റെ ആ ദിവസം വരെ വിവാദങ്ങളായിരുന്നു, രാഹുലിനെതിരായ വിവാദങ്ങളായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ അതെല്ലാം തന്നെ രാഹുലിന് ഗുണമായി. രാഹുലിന് ജനങ്ങളുടെ ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു രാഹുൽ തരംഗം പോലെ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമല്ല, രാഹുൽ തരംഗം പോലെയാണ് വന്നിരിക്കുന്നത്. അത് രാഹുൽ അംഗീകരിക്കില്ലെങ്കിൽ പോലും അതൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BJPയുടെ വോട്ടുകൾ കൊഴിഞ്ഞു പോയത് അമൽ തേനമർമ്പിൽ പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചത്. കോൺഗ്രസിൻ്റെ ഈ പടലപ്പിണക്കം തിരിച്ച് BJPയിലേക്ക് വോട്ട് പോകുമെന്നായിരുന്നു എല്ലാവരും കരുതുന്നത്. പക്ഷേ അത് BJPയുടെ പടലപ്പിണക്കം പരിഹരിച്ചു എന്ന് RSSും BJPയും ആവർത്തിക്കുമ്പോഴും പക്ഷേ അത് പരിഹരിച്ചില്ല. ആ വോട്ടുകളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി എന്നാണ് കാണുന്നത്. സരിനൊരു ചെറിയൊരു ചലനം ഉണ്ടാക്കാം, മൊത്തത്തിൽ ചലനം ഉണ്ടാക്കും, ചെറിയ വോട്ടിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ സരിന് കഴിയുന്നത് ഇടതുമുന്നണിക്കും സരിനും ആശ്വാസമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നഗരസഭയിൽ അവരുടെ വോട്ടുകൾ ഇളകിയില്ല എന്ന് പറയാം. പക്ഷേ സാധാരണക്കാരുടെ നിഷ്പക്ഷരായിട്ട് ജയിക്കാൻ പറ്റുന്ന ആ വോട്ടുകളിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞില്ല. 2016 താഴോട്ട് BJP പോവുകയും ചെയ്തു എന്നുള്ളത് ആകെ. അതെ, പ്രസാദ് കുമാറാണ് എന്തായാലും അവിടുത്തെ പാലക്കാട് നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്.